ഹല്ലേലൂയ. നമ്മൾ ആരാണ്? യേശുവിൻ്റെ കൂടെ നാം ആരാണ്? കുറെ കൂടി നന്നാകുവാൻ ആഗ്രഹിക്കുന്ന കുറെ പേർ. ഏറ്റവും നല്ല ഭാഷ അതാണ്. നമ്മൾ ആയിരിക്കുന്ന നിലയിൽ ആയിരിക്കുവാൻ വിസമ്മതിക്കുന്ന കുറെ പേർ. കുറെ കൂടി നന്നാകാൻ വലിയൊരു വാഞ്ചയുള്ള കുറെ പേർ. നമുക്കൊന്നിച്ച് കുറെ കൂടി നന്നാകാനുള്ള മാർഗം പറയാം. ഇന്നത്തെ എൻ്റെ വിഷയം ബിൽഡ് യുവർ ഫാമിലി. നിങ്ങളുടെ കുടുംബം കെട്ടിപ്പടുക്കണം, കുറച്ചുകൂടെ മെച്ചപ്പെടാനായിട്ട്. നമ്മുടെ കുടുംബജീവിതം, കുടുംബത്തിലെ സമാധാനം കുറച്ചുകൂടെ മെച്ചപ്പെടാനായിട്ട്. ഒരു വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ കുറച്ചു മുമ്പേ എന്നെ വിളിച്ചു ചോദിച്ചു, വർഗീസ് എന്തുവാ സമാധാനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാണ്? എങ്ങനെയാ വിശദീകരിക്കുന്ന സമാധാനം? ശല്യമില്ലാത്ത ജീവിതം, പ്രയാസമില്ലാത്ത ജീവിതം, അസമാധാനമില്ലാത്ത, ഇതിനകത്തും ഒരു സമാധാനം ഉണ്ടാവും. അസമാധാനം ഇല്ലാത്തപ്പോഴും രോഗമുള്ളപ്പോഴും അത് ദൈവത്തിന് മാത്രമേ തരാൻ കഴിയത്തുള്ളൂ. അത് പ്രാപിച്ചെടുക്കാൻ പറയണം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ഉപദേശം കുടുംബത്തിലെ കുടുംബനാഥന്മാരോടാണ്, അപ്പച്ചനോടാണ്. മക്കളില്ലാത്തവരുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് ഇനി മക്കളുണ്ടാകാൻ സാധ്യതയില്ലാത്തവരുണ്ട്. സാരമില്ല, എങ്കിലും അപ്പച്ചന്മാരുടെ കുടുംബനാഥന്മാരോട് കുറെ ഉപദേശങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 10 ഉപദേശം. 1, നിങ്ങൾ കുടുംബത്തിൻ്റെ പുരോഹിതനാണ്. നിങ്ങളുടെ വീടിൻ്റെ പുരോഹിതനാണ്. നിങ്ങളുടെ സമ്പത്തിൻ്റെ പുരോഹിതനാണ്. നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് പുരോഹിതനാണ്. പുരോഹിതൻ, ഞാൻ പറഞ്ഞത് പട്ടക്കാരനാവണമെന്നോ പാസ്റ്റർ ആവണമെന്നോ അല്ല. നിങ്ങൾ ആരായിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ, സമ്പത്തിൻ്റെ, വീട്ടിലുള്ളവർക്ക് അവർക്കുള്ള ഒരു പുരോഹിതനാണ് നിങ്ങൾ. എന്താണ് പുരോഹിതൻ? ദൈവവും മനുഷ്യൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന മധ്യസ്ഥൻ. അതാണ് പുരോഹിതൻ, പാസ്റ്റർ, അത് വേണമെങ്കിലും പറയാം. അപ്പം നമ്മളെല്ലാവരും അപ്പന്മാർ, കുടുംബനാഥന്മാർ കേട്ടോ. അപ്പം അപ്പനെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മക്കളില്ലാത്തവരും ഉണ്ട്. അപ്പോൾ നമുക്കുള്ളതിൻ്റെ എല്ലാം ഒരു 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 മധ്യസ്ഥനായിട്ട് നിൽക്കുന്ന ഒരു പുരോഹിതനാണ്. ഒന്നാമത് നമ്മൾ പുരോഹിതന്മാരാണ്. രണ്ടാമത് നമ്മൾ കരുതുന്നവരാണ്, പ്രൊവൈഡേഴ്സ്, പ്രീസ്റ്റ് ആൻഡ് പ്രൊവൈഡേഴ്സ്. മൂന്നാമത് അത് നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ പോവാണ്. എവിടുന്ന് ഞാൻ ഉദാഹരണം എടുക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലാണ് അബ്രഹാം ആദ്യമായിട്ട് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചത്. അപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ യാഗപീഠം ഉണ്ടാക്കണമെന്നല്ലോ അദ്ദേഹത്തിന് അറിയാമോ? ഒരു കൊട്ടേഷൻ ഞാൻ പറഞ്ഞില്ല, സാരമില്ല, ഈ പറയുന്ന മിക്കവാറും എല്ലാം കൊട്ടേഷനാണ്. അപ്പോൾ നമ്മൾ പുരോഹിതനാണ്, കരുതുന്നവനാണ്. അപ്പം അബ്രഹാം തൻ്റെ കുടുംബത്തിലുള്ളവർക്കൊരു മാതൃകയായിട്ട്, കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, വസ്തുവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നിങ്ങൾക്കറിയാമോ, ഒരു പടർച്ച രോഗം ബാധിച്ചാൽ എന്തുമാത്രം ആടുകൾ ചത്തുപോകുന്നു? പ്രത്യേകിച്ച് ചെമ്മരിയാടിന് വളരെ വേഗത്തിൽ രോഗം പിടിക്കുന്നതാണ്, കോലാടിന് അത്രയും ഇല്ല. അപ്പോൾ ഒരു അധിക സമയമില്ലാതെ ഇതെല്ലാം വൈപ്പ് ഔട്ട് ആകാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൂട്ടുവേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആട്ടിടയന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത്. അവിടുന്ന് അങ്ങോട്ട് താഴോട്ട് പോയാലെല്ലാം ആരാധനയാണ്. 13-3 യാഗപീഠം ഉണ്ടായിരുന്ന സ്ഥാനത്തേക്ക് മിശ്രയും തിരികെ വന്നു. മിശ്രയും യാഗപീഠം ഇല്ലായിരുന്നു. അത് വേറൊരു വിഷയമാണ്, ഞാൻ നേരത്തെ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടുന്ന് തിരികെ വന്നു. കാരണം പറയാം, മിശ്രമിൽ നിന്ന് പോകേണ്ടിയിടത്തോട്ട് അങ്ങ് പോവല്ല, എവിടെയാണോ യാഗപീഠം ഉണ്ടായിരുന്ന അവിടത്തേക്ക് തിരികെ വന്നു. ഒത്തിരി നടന്നു, വെറുതെ തിരികെ നടന്നു. എന്തിനാ നടന്നത്? എവിടെ നിന്നാണോ തെറ്റിപ്പോയത്, മിശ്രമിലേക്ക് പോകാൻ പാടില്ലായിരുന്നു, അവിടത്തേക്ക് തിരികെ വന്നു. അപ്പം നമ്മുടെ ജീവിതത്തിനകത്തും ആരാധന എങ്ങനെയെങ്കിലും കൊണ്ട് നടന്നാൽ പോരാ, പിന്നെയോ നമ്മുടെ ജീവിതത്തിനകത്തുള്ള തകരാറുകളൊക്കെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ച് മുമ്പോട്ട് പോകണം. വെറുതെ ആരാധിച്ചാൽ ഒക്കത്തില്ല. എവിടെയെങ്കിലുമൊക്കെ ജീവിതത്തിനകത്ത് തകരാറ് പറ്റിപ്പോയാൽ, അല്ലേ? അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുകയാണ്, അവിടെ വന്നിട്ട് ആരാധിച്ചു. അവിടെ വെറുതെ വന്ന് കണ്ടുമച്ചങ്ങ് പോവല്ലായിരുന്നു, പിന്നെ ആരാധിച്ചു. ആരാധന എന്താണ്? പഴയ നിയമത്തിലെ ആരാധനയും പുതിയ നിയമത്തിലെ ആരാധനയും തമ്മിൽ വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിലെ ആരാധന ആടിനെയൊക്കെ കൊന്നിട്ട്, നമുക്കിനി ആടിനെ കൊല്ലേണ്ട ആവശ്യമില്ല, കാളയെ കൊല്ലേണ്ട ആവശ്യമില്ല, പ്രാവിനെ കൊല്ലേണ്ട ആവശ്യമില്ല. കാരണം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു.
ആ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക. അങ്ങനെ അതാണ് പുരോഹിതന്റെ ശുശ്രൂഷ, അല്ലേ? പിന്നെ 13:8 മുതൽ തുടർച്ചയാണ് ആരാധന തന്നെ. അതുകൊണ്ട് എന്ത് പറ്റി? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം പറയുന്നു, അബ്രഹാമിനെ പറ്റി പറയുകയാണ്. 18:19 പല പ്രാവശ്യം ഞാൻ ഉദ്ധരിച്ചിട്ടുള്ള വാക്യമാണ്. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് ശേഷമുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തുവാ? മക്കളെയും കൊച്ചുമക്കളെയും പഠിപ്പിക്കണം. എന്തോ പഠിപ്പിക്കണം? കൽപ്പന പഠിപ്പിക്കണം, ആരാധന പഠിപ്പിക്കണം. ഇന്നത്തെ നമ്മുടെ വിഷയം, ഇവിടുത്തെ വിഷയം ആരാധനയാണ്. ആരാധന പഠിപ്പിക്കണം. ആര് പഠിപ്പിക്കണം? അപ്പൻ പഠിപ്പിക്കണം, അമ്മയല്ല അപ്പൻ. അമ്മ പഠിപ്പിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ ചുമതല അപ്പൻ്റെയാണ്. അമ്മയെ അസിസ്റ്റ് ചെയ്യണം. ഇസാക്ക്, അദ്ദേഹം ആരാധനക്കാരനായിരുന്നു. 26-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. അതുകൊണ്ട് എന്തു പറ്റി? 26:12 പറയുകയാണ്, അവൻ 100 മേനി കിട്ടി, യഹോവ അവനെ അനുഗ്രഹിച്ചു. ഒത്തിരി പേർക്കും അനുഗ്രഹം വേണം, പക്ഷെ പ്രോസ്പെരിറ്റി എന്ന് പറയാൻ പാടില്ല. ആ ഒരു വാക്ക് ഉപയോഗിക്കരുത്. അത് അനുഗ്രഹം എന്ന് പറയുന്നത് ആ പ്രോസ്പെരിറ്റി. 13 വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ധനവാനായി തീർന്നു കഴിഞ്ഞിട്ടും അവൻ ആരാധിച്ചു. അതാണ് എൻ്റെ വിഷയം. ഇസ്ഹാക്ക്, നമുക്ക് പണം ഉണ്ടെങ്കിലും ആരാധിക്കണം, പണമില്ലെങ്കിലും ആരാധിക്കണം. ഞാൻ എല്ലാ കാലത്തും ആരാധിക്കുന്ന മനുഷ്യരാണ്. 14-ാമത്തെ വാക്യം, നാൽക്കാലികളുടെ കൂട്ടങ്ങളായി എൻ്റെ കർത്താവെ. വളരെ, അങ്ങനെ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്, വളരെ ദാസിദാസന്മാരുണ്ടായി, ഫിലിസ്ത്യർക്ക് അസൂയ ഉണ്ടാകത്തക്കണം. ആർക്കെങ്കിലുമൊക്കെ അസൂയ വേണമെങ്കിൽ എന്നെ നോക്കിയാൽ മതി. എന്തുവാ കുറവ്? സൗന്ദര്യത്തിന് കുറവുണ്ടോ? റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ട് അങ്ങ് പറഞ്ഞതാ, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ശുശ്രൂഷയ്ക്ക് കുഴപ്പമില്ലുണ്ടോ? 85-ാമത്തെ വയസ്സിൽ ഓടി നടക്കുന്നു. ശനിയാഴ്ചത്തെ മീറ്റിംഗ് അസാധാരണ മീറ്റിംഗാണ്. ഒരു ബൈബിൾ കോളേജിൻ്റെ ഗ്രാജുവേഷന് പോയതാണ്. 350 പേരുണ്ടായിരുന്നു. ആരും അനങ്ങിയില്ല ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ. അതുപോലെ അപ്പോൾ ദൈവം നമുക്ക് പ്രോസ്പെരിറ്റി തരുന്നവനാണ്, അനുഗ്രഹം തരുന്നവനാണ്. ഫിലിസ്ത്യർക്ക് അസൂയുണ്ടായി. യാക്കോബ്, അദ്ദേഹത്തിൻ്റെ മകൻ, ഒരു കമ്പുമായിട്ട് പോയതാണ്, കാട്ടുകമ്പ്. 2 ബറ്റാലിയനായിട്ടാണ് തിരികെ വരുന്നത്. യോസഫോ അനുഗ്രഹം പ്രാപിച്ചു. അവരെല്ലാവരും ആരാധിക്കുന്നവരായിരുന്നു. അതാണ് എൻ്റെ വിഷയം. ആരാധിച്ച് അനുഗ്രഹം പ്രാപിച്ചു. അനുഗ്രഹം പ്രാപിച്ചിട്ടും ആരാധന നിർത്തിയില്ല. അനുഗ്രഹം ഇല്ലാത്തപ്പോഴും അവർ ആരാധിച്ചു. നമ്മളെപ്പോഴും കറുത്ത വാവിലും വെളുത്ത വാവിലും ആരാധിക്കുന്നവരായിരിക്കണം. ഇയ്യോബിൻ്റെ ജീവചരിത്രം നോക്കാം. 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, അവൻ്റെ പുത്രന്മാർ ഓരോരുത്തരും താൻ്റെ ദിവസത്തിൽ താൻ്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം ചെയ്യുമ്പോൾ ഇയ്യോബ് പക്ഷേ തൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് തേച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സന്ധിക്കൊക്കെ വണ്ണം ഒരു മൃഗത്തെ ഹോമയാഗം കഴിക്കുകയും ചെയ്യുമായിരുന്നു. മൃഗം എന്നുള്ളത് ഞാൻ കൂട്ടിച്ചേർത്തതാ. അങ്ങനെ അന്നത്തെ ആരാധന. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു വന്നു. ഇയ്യോബ് ആരാധിച്ചു. അതുകൊണ്ട് എന്തു പറ്റി? അവൻ്റെ കലാമിറ്റിയെ സ്വർഗസ്ഥനായ ദൈവം അനുഗ്രഹിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി. ഡബിൾ അനുഗ്രഹം. ആരാധിക്കണം കേട്ടോ, എപ്പോഴും ആരാധിക്കണം. കറുത്ത വാവിലും വെളുത്ത വാവിലും, പ്രയാസത്തിലും ദുഃഖത്തിലും വേദനയിലും, കാലൊടിഞ്ഞാലും തല പോയാലും ആരാധിക്കണം. അതുകൊണ്ട് എന്ത് പറ്റി? ആരാധിച്ചുകൊണ്ട് മക്കളെ പറഞ്ഞാൽ അനുസരിക്കുന്നവരായി. മക്കളെ വിളിച്ചപ്പോൾ വന്നു. പണമുള്ളവൻ്റെ, ആരോഗ്യമുള്ളവൻ്റെ, തിന്ന് കഴിക്കുന്നവൻ്റെ മക്കളൊക്കെ വാടാന്ന് പറഞ്ഞപ്പോൾ വന്നു. ആ മക്കളും വന്നു, പെൺമക്കളും വന്നു. സ്തോത്രം. അപ്പം ആരാധന മക്കളെ കൂടെ പഠിപ്പിക്കണം. തന്നെ ആരാധിച്ചാൽ പോരാ. അല്ലെ, ഞാൻ ഇന്നലെ ഒരു ചർച്ചിൽ പ്രസംഗിക്കുകയായിരുന്നു. വേറൊരു സ്ഥലത്ത്, ഞാൻ പോയ സ്ഥലത്ത്. പലരുടെയും മക്കൾ വന്നത് വേദോസ്തവമായിട്ടല്ല വന്നത്. അപ്പനും അമ്മയും വന്നിട്ടുണ്ട്. നിങ്ങൾ വേദോസ്തവമായിട്ട് പോകണം, പേനായുമായിട്ട് പോകണം,
വേദപുസ്തകമായിട്ട് പോകണം, കഴിയുമെങ്കിൽ നോട്ട് ബുക്ക് കൂടെ കൊണ്ടുപോയാട്ടെ. മക്കളെടുക്കലും പറയണം കൊണ്ടുപോയാട്ടെ. ഞാൻ അവർക്കെല്ലാം ഉദ്ദേശിച്ച് പേനയും കൊടുത്തു കേട്ടോ. അതുകൊണ്ട് മക്കൾ അനുസരിക്കുന്നവരായി. മക്കളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ മുൻപാകെ കൊണ്ടുചെല്ലണം കേട്ടോ. സ്കൂളിൽ കൊണ്ടുചെല്ലണം. നിങ്ങളുടെ മക്കളുടെ 12ാം ക്ലാസ്സിലെ പഠിത്തം തീരുന്നതിന് മുമ്പ് അവർക്ക് വേദപുസ്തകത്തിൻ്റെ തത്വങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. 12ാം ക്ലാസ് കഴിയുമ്പോൾ പിന്നെ അവരെവിടെ പോകുമെന്ന് അറിയത്തില്ല. ഒരാൾ ബോംബെ പോയെന്ന് വരും, ഒരാൾ അമേരിക്കയിൽ പോയെന്ന് വരും, ഒരാൾ മദ്രാസിൽ പോയെന്ന് വരും, വേറെ എവിടെയെങ്കിലുമൊക്കെ പോയെന്ന് വരും. അതിന് മുമ്പേ 1ാം ക്ലാസ്സിൽ കൊണ്ടുപോകുന്നതിന് മുമ്പേ തന്നെ അവർക്ക് വേദപുസ്തകം അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കറിയോ ഒരു കുഞ്ഞ് എത്രാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെടാമെന്ന് സൈക്കോളജിസ്റ്റുമാർ പറയുന്നു, ചൈൽഡ് ഇവാഞ്ചലിസംകാർ പറയുന്നു. എൻ്റെ മകൻ 3.5 വയസ്സിൽ രക്ഷിക്കപ്പെട്ടാണ്. ബില്ലിഗ്രാമിൻ്റെ ഭാര്യ 3ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടാണ്. അതാ പറഞ്ഞ സ്കൂളിൽ കൊണ്ടുപോകുന്നതിന് മുമ്പേ അവർ ദൈവത്തിൻ്റെ അടുക്ക കൊണ്ടുപോകണം. 12ാം ക്ലാസ് അപ്പൻ ചെയ്യണം. 12ാം ക്ലാസ്സിന് മുമ്പേ അവരെ വേദപുസ്തകം പഠിപ്പിച്ചിരിക്കണം. അപ്പൻ ദൈവമക്കളെ ഒരു ദൈവവേദനല്ലെങ്കിൽ അമ്മ ചെയ്യണം കേട്ടോ. അമ്മ ചെയ്യണം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന് നിന്റെ പൈസയ്ക്ക് മുമ്പേ പ്രെയർ വേണം, പ്രാർത്ഥന വേണം. ഞാൻ മുമ്പ് പറഞ്ഞില്ല, പ്രൊവൈഡ് ചെയ്യണം. പ്രെയർ ആൻഡ് പ്രൊവിഷൻ. അപ്പോൾ അതിനു മുമ്പേ പ്രാർത്ഥിക്കണം, ഓരോന്നിനും നന്ദി പറഞ്ഞ് ആരാധിക്കണം. രണ്ട് എവിടെ കർത്താവ് ക്ലോക്ക് അങ്ങ് ദൂരെയാണ്, സാരമില്ല. മക്കളോട് മൃദുവായിട്ട് സംസാരിക്കണം. സാധാരണ പറയാത്ത വിഷയങ്ങളായിരുന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. മക്കളോട് മൃദുവായിട്ട് സംസാരിക്കണം. കോപിച്ചടാ കണ്ണുരുട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ സ്വഭാവം മക്കളുടെ സംസാരിക്കും അങ്ങനെ ആയിപ്പോകരുത്. കണ്ണുരുട്ടിയപ്പോൾ ഉരുട്ടണം, അടിക്കേണ്ടിയപ്പോൾ അടിക്കണം. ഞങ്ങളുടെ മക്കളെയൊക്കെ അടിക്കാൻ ലില്ലി വാക്യം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ബൈബിളിനകത്തുകൊണ്ട് അടിക്കണമെന്ന്. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ മക്കൾക്കറിയാം ഇത് വേദപുസ്തകത്തിൻ്റെ ഉപദേശമാണ്, എനിക്ക് ദോഷം ചെയ്യാനല്ല, എൻ്റെ നന്മയ്ക്കാണ്. അപ്പം മൃദുവായിട്ട് സംസാരിക്കണം. എഫേസ്യർ 6:4 പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുകയും. എങ്ങനെ അത് ചെയ്യണേ? മൃദുവായിട്ട് സംസാരിച്ചു. ഡാൻസ് ചെയ്യണം. എൻ്റെ വീട്ടിൽ ഒരാൾ വരുമായിരുന്നു, എൻ്റെ പപ്പായുടെ വീട്ടിൽ. ഞാൻ കൊച്ചുനാളിലായിരിക്കും സമയത്ത്, ഞാൻ പ്രൈവറ്റ് സ്കൂളിലായിരിക്കുമ്പോൾ, മിഡിൽ സ്കൂളിലായിരിക്കുമ്പോൾ, ഹൈസ്കൂളിലായിരിക്കുമ്പോൾ കൂടെ വരുന്ന ആളാണ്. ഒരു 6 മാസം, ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും വരും. അപ്പോൾ അദ്ദേഹം കസ്റ്റഡിയിലിരിക്കും, ഞങ്ങളെല്ലാം താഴെ ഇരിക്കും. വിശ്വാസിയാണ് കേട്ടോ, പാസ്റ്ററൊന്നുമല്ല. അദ്ദേഹം ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും. പറയുന്നത് കേട്ടാൽ മതി കേട്ടോ. അമ്മച്ചി എന്നെ നുള്ളും. അങ്ങനല്ല, മൃദുവായ സംസാരം. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സദൃശ്യവാക്യം ഒരു അധ്യായം നിങ്ങൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണം. 7-ാം അധ്യായം ഒഴിച്ച് ബാക്കിയല്ല. 7-ാം അധ്യായം ഒന്നിച്ച് വായിക്കാൻ പ്രയാസമാണ് മക്കളുമായിട്ട്. ഭാര്യയും ഭർത്താവും കൂടെ വായിക്കാം. അതിനകത്ത് വായിക്കാം, മൃദുവായിട്ട് സംസാരിക്കണം. ഒരു വീട് ഭവനമാകുന്നത് സ്നേഹ സംസാരത്തിലാണ്. എഴുതിയെടുത്തു. ചിലർ ഭാര്യയെ കളിയാക്കി സംസാരിക്കും. എവിടെയൊക്കെ ഒന്നും പറയാനൊക്കെ തമാശ പറഞ്ഞ. ഞാൻ അടുക്കളയിലോട്ട് കയറാൻ സമ്മതിക്കത്തില്ല കേട്ടോ. കയറി കഴിയുമ്പോഴത്തേക്ക് അവർ പറയും അത് ചെയ്താട്ട് ഇത് ചെയ്താട്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഇരിക്കുമ്പോഴും പറയും. അത് ഫലിതമായിട്ടാണ് പറയുന്നത്. ഞാൻ ആ സഹോദരിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ മിണ്ടാതിരിക്കുക. സ്നേഹ സംസാരം ഭാര്യയോടായാലും ഭർത്താവിനോടായാലും മക്കളായാലും. ഭർത്താവ് കേൾക്കാതെ മക്കളോടും വിസിറ്റേഴ്സിനോടും ഭർത്താവിനെ പറ്റി പരിഹാസത്തോടെ സംസാരിക്കുന്ന ഭാര്യമാരുമുണ്ട്. അത് പിന്നെ നാളെ ചിലപ്പം ഭാര്യമാരെ പറ്റി പറയാം. അത് ചെയ്യരുത്. ഭാര്യയെ പറ്റി സംസാരിക്കരുത്. ഒരിക്കൽ ഞാനൊരു വീട്ടിൽ ചോറുണ്ട് കഴിഞ്ഞ് വെച്ച് കൂട്ടാനെടുക്കാനായിട്ട് ആ സഹോദരി ആകത്തുള്ളൂ. നല്ല 1-ാം തരം ആഹാരം. അങ്ങനെ ആഹാരം തന്നിട്ട് രുചിയോടെ കഴിച്ചിട്ടുള്ളത് വളരെ ചുരുക്കം വീടുകളിലേ ഉള്ളൂ. അത്രയ്ക്ക് നല്ല ആഹാരം. അപ്പോൾ എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എന്തൊരു രുചി. എന്നാലും ഭർത്താവ് പറയാം, അവള് കേൾക്കണ്ട കേട്ടോ. എന്താ കേട്ട അഹങ്കരിച്ചു പോകും? ഇല്ല, അതൊരു കോംപ്ലിമെൻ്റ് ആയിരിക്കും. അബദ്ധം പറ്റരുത്. നീ സുന്ദരിയാന്ന് ഭാര്യയെടുക്കെ പറയണം.
നീ സുന്ദരിയാണെന്ന് മോളുടെയൊക്കെ പറയണം. നീ മിടുക്കനാണെന്ന് മകൻ്റെയൊക്കെ പറയണം. മൃദുവായിട്ട് സംസാരിക്കണം, പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കണം. 3, നിങ്ങളുടെ മക്കൾ നിങ്ങളെ ബഹുമാനിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ നിങ്ങളെ ഭയപ്പെടരുത്. ബഹുമാനിക്കണം, അതിൽ കൂടുതൽ ഭയപ്പെടരുത്. ഭയപ്പെടണം ആദരവോടെ. അടിക്കും, ഡാഡി ഓടിപ്പോൾ അങ്ങോട്ട് പോകണ്ട കേട്ടോ. ചിലപ്പോൾ എൻ്റെ കൊച്ചും എൻ്റെ ആദ്യകാലത്ത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ സദൃശ്യവാക്യം വായിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് മാറ്റമുണ്ടായി കേട്ടോ. മക്കളെ കറക്റ്റ് ചെയ്യണം, അടിക്കണ്ടിപ്പോൾ അടിക്കണം. പക്ഷെ അത് കഴിയുമ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് പറയണം, മോനെ നിന്റെ നന്മയ്ക്കാ പറഞ്ഞു കേട്ടോ, മോളെ നിന്റെ നന്മയ്ക്കാ പറഞ്ഞു കേട്ടോ, അത് നിനക്ക് ഭാവിയിൽ ദോഷം ചെയ്യുമെന്ന് വിചാരിച്ച് പറഞ്ഞതാ കേട്ടോ. ഇന്ന് നിനക്കത് മനസ്സിലായാലും ഒരു കാലത്ത് മനസ്സിലാക്കും. അല്ലേ? മക്കളുടെയൊക്കെ പറയാ, അവരുമായിട്ട് കൂട്ടുകൂടുന്ന അവർക്ക് ദേഷ്യം വരും. ഡോണ്ട് യു ട്രസ്റ്റ് മീ? എന്നെ വിശ്വാസമില്ല, എന്നെ സംശയമാണോ എന്നൊക്കെ ചോദിക്കും. അന്നേരം പറയണം, പ്രായമാകുമ്പം മനസ്സിലാവും, നിന്റെ നന്മയ്ക്ക് പറയുക. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെയൊക്കെ പറഞ്ഞാൽ അവർക്ക് വേദന വരും, അല്ലേ? കാരണം ആണും പെണ്ണും കൂടെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ തോളെ കൂടെ കൈയിട്ടുണ്ടാണ് നടക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ കൈയിടുന്നത് എനിക്കും അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ വീഡിയോ കണ്ടു, ഇന്നലെ കണ്ടു, മഴയത്തെല്ലാം കൂടെ ഒന്നിച്ച് കുളിക്കുന്നേ. നമ്മുടെ മക്കളും കാണും അതിനകത്ത്. ഹോസ്റ്റലിൽ പോയിട്ട് എന്തൊക്കെയാ ചെയ്യുന്ന ആർക്കറിയാം? ഞാൻ കണ്ടതാണ്, അതുകൊണ്ടാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അവരെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് സ്നേഹത്തിൽ വർത്തമാനം പറയണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യം, ഡ്യൂട്ടോണമി, ആവർത്തനം 6:6-7. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും. അന്ന് 2 ടെൻഡ ഇത് എഴുതുന്ന കാലത്ത്. അപ്പനും അമ്മയ്ക്കും ഒരു ടെൻഡ്, ചിലപ്പോൾ കൊച്ചു പിള്ളേരൂടെ കാണും, പ്രായമായ മക്കൾക്കൊക്കെ വേറെ ടെൻഡ്. അപ്പം അടുത്തൊക്കെ ഇരുന്നിട്ട് വർത്തമാനം പറയുന്നത് കിടക്കാൻ പോകുമ്പോഴും, ഇല്ലേ? കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ. പറയുന്ന കേരള എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. ഒരിക്കൽ എൻ്റെ മകളുടെയൊക്കെ ഞാൻ ഏതാണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ എൻ്റെയൊക്കെ പറഞ്ഞു, അവൾ സൈക്കോളജിസ്റ്റ് ആണല്ലോ, ഡാഡി ഡോണ്ട് പ്രീച്ച് ടു മീ, സ്പീക്ക് ടു മീ. മനസ്സിലായോ? അവരെ വഴക്ക് പറഞ്ഞിട്ടല്ല പറയുന്നത്, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. കൊലോസ്യർക്ക് എഴുതിയ 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. ഇത് എല്ലാ കല്യാണത്തിനും നമ്മൾ കേൾക്കുന്ന, അല്ലേ? പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. നമ്മൾ കോപിപ്പിക്കരുത്, നമ്മുടെ സംസാരത്തിനകത്ത് കോപിപ്പിക്കരുത്. അവർക്ക് പേടി വരരുത്. അന്നേരം അവർ കോപിച്ചു, കാടിക്കോറിയൊന്നുമില്ലയോ? ചില മക്കൾ അങ്ങനെ ആയിരിക്കും കേട്ടോ. അത് പറഞ്ഞും പ്രാർത്ഥിച്ചും നേരെയാക്കണം. കോപിക്കരുതെങ്കിൽ നിങ്ങൾ അതിരുവിടരുത്. സംസാരിക്കുമ്പോൾ അതിരുവിട്ടാൽ അവർ കോപിക്കും. അങ്ങനെ സംഭവിക്കരുത്. ഒരിക്കൽ അതിര് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അതിരുവിടും. 4-ാമത്തെ കാര്യം, ഡു യുവേഴ്സ്, ഇംഗ്ലീഷിൽ പറയാം, പിന്നെ എന്നിട്ട് മലയാളത്തിൽ പറയാം. ഡു യുവർ സെൽഫ് എ ഫേവർ, ലവ് യുവർ സ്പൗസ്. നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു ഉപകാരമാണ് നിങ്ങളുടെ ഇണയെ നിങ്ങൾ സ്നേഹിക്കാം, നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കാം. എപ്പോഴും ചുരം പരസ്യമായിട്ട് പറയണോ വേണ്ട, പറയുന്നില്ല, എപ്പോഴും. എഫേസ്യർ 5:25, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ സ്നേഹിക്കുന്നില്ല, അത്രയും സത്യം പറയാം. യേശു സഭയെ സ്നേഹിച്ചതുപോലെ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നില്ല. പക്ഷെ സ്നേഹിക്കണമെന്ന് അവയെ ദിവസം പറയുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നന്നാവണം, സ്നേഹിക്കുന്നതിനകത്ത് കുറച്ചുകൂടെ നന്നാവണം. ഭർത്താവ് ഭാര്യയോട് നമുക്ക് തീരുമാനിക്കാം, ഇന്ന് ഞാൻ കുറച്ചുകൂടെ സ്നേഹിക്കും. സ്നേഹം എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധം മാത്രമല്ല, അത് വേണം. വേദോസ്തം പറയുന്നത് നിന്റെ ശരീരം നിന്റെ അല്ല, നിന്റെ ഭർത്താവിൻ്റെ, നിന്റെ ഭാര്യയുടെയാണ്. 28-ാമത്തെ വാക്യം, ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ
ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഒരിക്കൽ ഞാൻ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഞാനിങ്ങനെ എഴുതി, ലില്ലിയെ ഞാൻ 3 പ്രാവശ്യം അടിച്ചെന്ന്. എനിക്കൊരു ചെറിയ സംശയം, 2ആന്നോ 3ആന്നോ. അപ്പം ഞാൻ ലില്ലിയോടൊക്കെ ചോദിച്ചു, ലില്ലി, ഞാൻ തന്നെ 2 പ്രാവശ്യമാണോ 3 പ്രാവശ്യമാണോ അടിച്ചേ? പണ്ടാണ്, പഴയ കാര്യമാകട്ടെ, ഇപ്പോഴും കൊള്ളാമല്ല. പണ്ട് 40-45 വർഷമായി ഞാൻ ലില്ലി അടിച്ചിട്ടോ അതിരി വിട്ട് കോപിച്ചിട്ടോ. ലില്ലി അന്നേരം എന്തൊക്കെ പറഞ്ഞു, എത്ര പ്രാവശ്യം അടിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അച്ഛൻ എന്നെ കുത്തുവാക്ക് പറഞ്ഞ് എത്ര പ്രാവശ്യം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഭർത്താക്കന്മാരെല്ലാവരും അത് മനസ്സിലാക്കിയെങ്കിൽ നല്ലതായിരുന്നു, അല്ലേ? എനിക്കറിയാവുന്ന വലിയൊരു ദൈവദാസനും അദ്ദേഹത്തിന്റെ ഭാര്യയും, പേര് പറയുന്നില്ല, വലിയൊരു ദൈവദാസൻ, സാഹിബ്മാരാണ്. അദ്ദേഹം പറഞ്ഞു, ഓ എൻ്റെ ഭാര്യയെ, ഡാർലിംഗ്, എനിക്കൊരു 100 കൈ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 100 കൊണ്ട് നിന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചേനെ. അവർ പറഞ്ഞു, 100 കൈ ഉണ്ടെങ്കിൽ എന്തോ എടുക്കുമെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, 2 കൈ ഉള്ളത് കൊണ്ട് എന്തോ ഇതെന്ന് അറിഞ്ഞാൽ മതി. മനസ്സിലായോ? നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഫാമിലി ലൈഫിന്റെ ബൈബിൾ ക്ലാസ്, ലവ് യുവർ വൈഫ്. ഹൗ ഒരു ഭർത്താവ് അപ്പൻ എങ്ങനെയാണോ അമ്മയോട് ഇടപെടുന്നത്, അത് ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിനകത്ത് പതിയും. പല പെൺകുട്ടികൾക്കും കല്യാണം കഴിക്കാൻ പേടിയാ, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പേടിയാ, ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വഴക്ക, ഇതുപോലെ എന്തിനാ ഞാൻ ഈ കല്യാണം കഴിക്കുന്നു, വഴക്ക, അടിക്കുന്നു. ഭർത്താവിനെ അടിക്കുന്നവരുണ്ട്. നമ്മുടെ വിഷയം ഇന്ന് അപ്പനെയാണ്. ഹൗ എ ഹസ്ബൻഡ് ചെറിഷ് ഹിസ് വൈഫ്. ചെറിഷ് എന്ന് പറഞ്ഞാൽ വിലമതിക്കുകയാണ്. കഴുതേ അല്ല, കറമ്പി എന്നല്ല, തടിച്ചി എന്നുമല്ല, മണ്ടി എന്നുമല്ല, ചെറിഷ്. കല്യാണം കഴിക്കുമ്പോൾ ഈ വാക്ക് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കൊണ്ട് ഉഭയസമ്മതം ചോദിച്ചാൽ ആർക്കും അറിയത്തില്ലല്ലോ എന്തുവാ പറഞ്ഞെന്ന്. 5-ാമത്തെ കാര്യം, ഇമ്പോർട്ടൻറ്റ്, വർക്ക് ഹാർഡ് ബട്ട് ബി അറ്റ് ഹോം ഇൻ ദ മോർണിംഗ് ആൻഡ് ഈവനിങ്. ഒത്തിരി ഭർത്താക്കന്മാർ, ഒത്തിരി അപ്പന്മാരൊന്നും വൈകിട്ട് വീട്ടിലില്ല. ചിലപ്പോൾ മീറ്റിംഗ് ആണെങ്കിൽ പോകണം, അല്ലെങ്കിൽ വേറൊരു കാര്യമാണെങ്കിൽ പോകണം. കൂട്ടുകാരുടെയൊക്കെ പോയിരുന്നു വർത്തമാനം പറയുന്നതല്ല, അല്ലേ? നമ്മൾ കല്യാണം കഴിപ്പിച്ച് ആരെങ്കിലും ഭർത്താവിൻ്റെ ഭാര്യയുടെ ഒക്കെ ഇരിക്കാൻ കൂട്ടുകാർ ചോദിക്കുക, എന്തുവാടാ അടയിരിക്കുക എന്നോ? പിന്നെ അല്ല, എന്താ വേണം? രാവിലെയും വൈകിട്ടും ഭാര്യയുടെയും മക്കളുടെയും കൂടി ഇരിക്കണം. കൂട്ടുകാരെ കാണണം, ബാലൻസ് ചെയ്യണം. കൂട്ടുകാരെയും കാണണം, അപ്പനെയും അമ്മയും കാണണം. ബാക്കി അപ്പനും അമ്മേൻ്റെ ശബ്ദം കേൾക്കുന്നത്. നിങ്ങളുടെ മക്കൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒറ്റയ്ക്കായിരിക്കാൻ സമ്മതിക്കണം. പല അമ്മമാരും എൻ്റെ പറഞ്ഞു, കല്യാണം കഴിക്കുന്നതിന് എപ്പോഴും എൻ്റെ അടുക്കലായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് എപ്പോഴും അവൻ അവളുടെ കൂടെ, പിന്നെ ആരുടെ കൂടെ പോകണം? 6, തെറ്റ് പറ്റിയാൽ ഭാര്യയോടാണേലും ഭർത്താവിനോടും മക്കളോടാണേലും ക്ഷമ ചോദിക്കണം. ഇവിടെ ഭർത്താവിന് ഇന്നത്തെ വിഷയം. ഭാര്യയോട് തെറ്റിയത് ക്ഷമ ചോദിക്കും, മക്കളോട് തെറ്റ് ചെയ്തു ക്ഷമ ചോദിക്കും. ഞാൻ ആദ്യമായിട്ട് തെറ്റ് ചെയ്തത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എൻ്റെ മൂത്ത മോന് 3 വയസ്സാണ്, ചെള്ളക്കടിച്ചു. അന്ന് ഞാൻ ചെള്ളക്കടിക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെ അടിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലായി ശരിയല്ല, കമ്പെടുത്തടിക്കണമെന്ന് വേദോത്സവത്തിനകത്തുണ്ട്, സദൃശവാക്യത്തിൽ. അവനെ കുളിപ്പിക്കുക, അന്നേരം അടിക്കാൻ അവൻ കരഞ്ഞു, ആപ്നെ മുझे മാറാ, എന്നെ അടിച്ചു. ഞാൻ അന്നേരം ക്ഷമ ചോദിച്ചു. പിന്നെ ഞാൻ ക്ഷമ ചോദിച്ചത്, എൻ്റെ വിചാരം അവന് 7-ലോ 1981-82, അവന് 10 വയസ്സ്, 11 വയസ്സ് 12 വയസ്സുള്ളപ്പോഴാണ്. ഞാൻ വേറൊരാൾ പറയുന്നത് ഒത്തിരി വണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അത് ഒരു 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 വെട്ടിനകത്ത് അങ്ങനെ വന്നു പോയതാണ്. അവൻ പോയിരുന്ന് കരയുന്നെന്ന് അറിഞ്ഞു. ലില്ലി എന്തൊക്കെ പറഞ്ഞു. അവരൊക്കെ വീട്ടിൽ വന്നാൽ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ട്, 10-30 പേരെ വിളിച്ചിട്ടുണ്ട് ഞാൻ ക്രിസ്മസ് സർവീസിന്, ഒരു സദ്യക്ക് വിളിച്ചാണ്.
ലില്ലിയുടെ ഒക്കെ ഒന്ന് പറഞ്ഞാണ്ട് മോൻ അവിടെ മാറിയിരുന്ന് കാര്യം നേയാണ്ട് ഇൻസൾട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെയൊക്കെ ചെന്ന് ക്ഷമ ചോദിച്ചു, അവൻ്റെ കൈ പിടിച്ച് എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിപ്പിച്ചു. അപ്പൻ്റെ തലയെ കൈവെക്കാം വെക്കരുതെന്നവിടെ എഴുതിയിരിക്കുന്നത്. അധികാരം കാണിക്കാനല്ല, പ്രാർത്ഥിക്കാനായിട്ട്. നിങ്ങളൊക്കെ ചെയ്യണമെന്നില്ല, പക്ഷെ ഒന്നും അല്ലെങ്കിൽ ക്ഷമയെങ്കിലും ചോദിക്കണം. തെറ്റ് പറ്റിപ്പോയാൽ ഐ എം സോറി, ഐ വാസ് റോങ്, ഫർഗീവ് മീ എന്ന് പറയുവാൻ കഴിയണം. ഇത് 100 പ്രസംഗത്തെക്കാൾ പ്രയോജനപ്പെടും. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭർത്താവ് ഭാര്യയോട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭാര്യ ഭർത്താവിനോട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, മക്കളോട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, ചിലർ എന്ത് ചെയ്യണം? ഏറ്റുപറഞ്ഞ് രോഗശാന്തി തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയണം. ഞാനൊരിക്കൽ ഈ കാര്യത്തെ പറ്റി ബൈബിൾ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ 2 ബ്രദർ സഭയിൽ, ഏത് സഭയിലായാലും ശരി, ബ്രദർ സഭയിലെ 2 സഹോദരിമാരുണ്ട് പറഞ്ഞ് ഞങ്ങൾ മക്കളുടെ പല പ്രാവശ്യം ക്ഷമ ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും പറയാം. പറഞ്ഞില്ല, എപ്പോഴും പറയുന്നത് ശരിയല്ല. പിന്നെ നമ്മൾ ചോദിക്കുന്നതിന് വിലയില്ലാതാവും. പക്ഷെ കാര്യമായ തെറ്റ് പറ്റി കഴിയുമ്പോൾ ക്ഷമ ചോദിക്കാൻ മനസ്സുണ്ടാവണം കേട്ടോ, മറികടക്കണം. ഒരു പട്ടക്കാരൻ എൻ്റെ ഒക്കെ പറഞ്ഞു, മലയാളിയല്ല, ഒരു പട്ടക്കാരൻ എൻ്റെ ഒക്കെ പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യയും കൂടെ എപ്പോഴെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കൽ പോലും അവൾ എൻ്റെ ഒക്കെ ക്ഷമ ചോദിച്ചില്ല. തെറ്റ് അവളുടെയാണെങ്കിലും അവൾ വെയിറ്റ് ചെയ്യും ഞാൻ അവൾക്ക് സംസാരിക്കാനായിട്ട്, ഞാൻ പോയി ക്ഷമ ചോദിക്കാനായിട്ട്. ഒരു ഫലിതം ഞാൻ ഒരിക്കൽ പറഞ്ഞു ഓർക്കുന്നു. ഒരു ഭാര്യയും ഭർത്താവും കൂടെ 4 ദിവസമായിട്ട് കസേരയിലിരിക്കുക, കിടക്കാൻ പോകുന്നില്ല. 4 ദിവസം. വന്ന ഒരാൾ ചോദിച്ചു, അതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അതേ, ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, വഴക്കുണ്ടായി കഴിഞ്ഞാൽ ക്ഷമ ചോദിച്ചിട്ടേ ഉറങ്ങാൻ പോകുന്നു. അപ്പോൾ ഉറങ്ങുന്നില്ലല്ലോ, പിന്നെ കുഴപ്പമില്ലല്ലോ. ആർക്കാണോ തെറ്റ് പറ്റിയത് ക്ഷമ ചോദിക്കണം. ഭാര്യയാണെങ്കിൽ ഭാര്യ, ഭർത്താവാണെങ്കിൽ ഭർത്താവ്. 7-ാമത്തെ കാര്യം, നമ്മുടെ കണ്ണുകളെ കാത്തു സൂക്ഷിക്കണം. ഇയ്യോബിന്റെ പുസ്തകം 31:1 വളരെ സുന്ദരമാണ്. ഞാനൊരു ക്രിസ്ത്യൻ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോൾ, ഞാൻ ലില്ലിയുണ്ട്, പല പ്രാവശ്യം താമസിച്ചിട്ടുണ്ട്. അവിടെ ടെലിവിഷനുണ്ട്. ആ ടെലിവിഷനകത്ത് ഈ വാക്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു ഉടമ്പടി ചെയ്തു. അത്ര എഴുതിയിട്ടുള്ളൂ, വേറെ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ നമുക്കിവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യയെ നോക്കുന്നത് എങ്ങനെ. നമ്മുടെ മുമ്പിൽ പലരും വരും, അല്ലേ? പലരും പല വിധത്തിൽ ഡ്രസ് ചെയ്ത് വരും. ദുർനടപ്പുകാരികൾ വരും. എൻ്റെ കൂടെ ഒരു ദേവദാസൻ പറഞ്ഞു, ഹോട്ടലിൽ ചെന്ന് മുറിയെടുത്തു, വിദേശത്താണ്. രാത്രിയായപ്പോൾ 2 ദുർനടപ്പുകാരികൾ സ്ത്രീകൾ വന്ന് കതകിന് പൊട്ടി, ചെറിയ തുണിയിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ പലതും വരും. പക്ഷെ നമ്മുടെ കണ്ണുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യണം, അല്ലെങ്കിൽ പാപത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. മാക്സിമൈസ്ഡ് മാൻഹുഡ് എന്ന് പറഞ്ഞിട്ട് പുസ്തകമുണ്ട്. ഇംഗ്ലീഷ് അറിയാവുന്നവർ വാങ്ങിച്ച് വായിക്കുന്നത് നല്ലതാണ്. മാക്സിമൈസ്ഡ് മാൻഹുഡ്, എഡ്വിൻ ലൂയിസ് കോൾ എഴുതിയാണ്. എനിക്കറിയാം, അദ്ദേഹം ബോംബെ പ്രസംഗിക്കാൻ വന്നപ്പോൾ എനിക്ക് ടിക്കറ്റ് അയച്ചു തന്നു, പി വിളിച്ച് വരണമെന്നും പറഞ്ഞുകൊണ്ട്. അതിനു മുമ്പ് അറിയത്തില്ല കേട്ടോ, ആരാണ്ട് പറഞ്ഞിട്ടു എന്നെ വിളിച്ചതാ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും അന്നത്തെ കാലത്ത് എല്ലാവരും പറയും, അന്ന് ഈ മൊബൈൽ ഇല്ലാത്ത കാലമാണ്, എല്ലാവരും പറയും ഈ കമ്പ്യൂട്ടറിനകത്തൊക്കെ ഒത്തിരി ചീത്ത പ്രോഗ്രാമുണ്ട്, അഡൽട്ട് പ്രോഗ്രാമുണ്ട്. അതുകൊണ്ട് ഞാൻ കാണാനായിട്ടൊന്ന് വിചാരിച്ചത്, എന്തുവാണെന്ന് അറിയണമല്ലോ, എങ്കിലെല്ലാ ആളുകൾ ക്ലാസ് എടുക്കാനൊക്കത്തുള്ളൂ. അദ്ദേഹം കണ്ട് എന്തൊക്കെ പറയാനറിയോ, വർഗീസ്, ഇറ്റ് ഈസ് വെരി 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 ഹോട്ട്. അത് ഇംഗ്ലീഷിലെ ഏറ്റവും മോശമാണ്, കണ്ണെടുക്കാൻ തോന്നത്തില്ല കണ്ടുപോയാൽ. അദ്ദേഹം പിന്നെ അത് ക്ലോസ് ചെയ്തു, തീർന്നു. അടുത്ത ദിവസം ആയപ്പോഴും മനസ്സിനകത്തൊരു വലി കാണാനായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് പിശാച് എൻ്റെ മുമ്പാകെ വല വിരിക്കുകയാണ്. അദ്ദേഹം അപ്പവും മീനും എടുത്ത് കമ്പ്യൂട്ടറിൻ്റെ മേളിൽ വെച്ചു, ലാപ്ടോപ്പിൻ്റെ മേളിൽ. അന്ന് ലാപ്ടോപ്പുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവമേ, ഇത് നിന്റെ ശരീരമാണ്, ഇത് നിന്റെ രക്തമാണ്, എൻ്റെ ഓർമ്മയ്ക്കാണ്. ഇനി എന്തെങ്കിലും ഞാൻ ആ പ്രോഗ്രാമിലേക്ക് പോയാൽ
നിന്റെ ശരീരത്തിൻ്റെ പുറത്തൂടെ കവച്ചു വെച്ചേ പോകത്തുള്ളൂ. കവച്ചു വെച്ചെന്നുള്ള വാക്കും ശരിയായില്ലെന്നോ? ഓ, അതിൻ്റെ പുറത്തൂടെ കയറി പോകും. ബാംഗ്ലൂരിൽ ബൈബിൾ കോളേജ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പാസ്റ്ററുടെ മോള് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു സഹോദരൻ പഠിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ബൈബിൾ കോളേജിൽ ഞങ്ങളുടെ പ്രിൻസിപ്പലൂടാണ്. അതെന്ന് പറഞ്ഞാൽ, കുഞ്ഞെ നാണ്ട ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രയാസം. അത് നിങ്ങളുടെ പ്രയാസം, ഞാനെന്താ വേണം? നിങ്ങളാ മാനസാന്തരപ്പെടേണ്ടേ. നമ്മുടെ മുമ്പാകെ പലരും വരും, പലതും വരും. പക്ഷെ നമ്മൾ എവിടെ, എത്ര നേരം, എങ്ങനെ നോക്കുമെന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പലതും കാണും, നോക്കരുത്. വേദപുസ്തകം പറയുന്നു, ഞാൻ ഓഫീസിലുള്ളവർക്ക് ക്ലാസ് എടുത്താണ്, വീഞ്ഞ് ഗ്ലാസിനകത്ത് നിറഞ്ഞു പൊങ്ങുന്നത് നോക്കരുത്. ഇത് പാമ്പിനെ പോലെ നിന്നെ കടിക്കും കേട്ടോ. ഒരു പെണ്ണിന്റെ ശരീരം, ഒരു പുരുഷന്റെ ശരീരം. ഇനിയും അപ്പച്ചന്മാരോടൊക്കെ പറയട്ടെ, നിങ്ങളുടെ ജീവിതം പബ്ലിക് ആയാലും പ്രൈവറ്റ് ആയാലും വീടിൻ്റെ അന്തരീക്ഷത്തെ മലിനമാക്കാം. നിങ്ങൾ വിചാരിക്കും ആരും അറിയുന്നില്ലെന്ന്. മൊബൈലിനകത്ത് കാണുന്ന ആരും അറിയുന്നില്ല, ലാപ്ടോപ്പിനകത്ത് കാണുന്ന ആരും അറിയുന്നില്ല. പക്ഷെ നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷത്തെ മലിനമാക്കും. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് കേട്ടോ. അല്ലേ? ചില ചർച്ചിൽ ആരാധനയ്ക്ക് ചെല്ലുമ്പം മുമ്പിൽ നിൽക്കുന്ന പെണ്ണിനെ കാണുമ്പോഴും, ഞാൻ എൻ്റെ കൂടെയുള്ള പുരുഷന്മാരുടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളെ കൊണ്ട് എനിക്ക് വലിയ ശല്യമില്ല എൻ്റെ മീറ്റിങ്ങിന്. അല്ലാത്തടത്തുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പുരുഷന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒത്തിരി ടൈറ്റ് പാൻറ് ഇട്ടുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കരുത്. മുമ്പ് നിൽക്കുന്ന പെൺകുട്ടികൾക്ക്, അമ്മമാർക്ക് അത് കണ്ണിന് അരോചകമാണ്. പാൻറ് ടൈറ്റാണോ, ഷർട്ട് പുറത്തു വിട്ടാട്ടെ. അല്ലേ? അന്തരീക്ഷം മോശമാക്കും കുടുംബത്തിൻ്റെ. എഴുതിത്തരാം ഞാൻ. എട്ടാമത്തെ കാര്യം, നിങ്ങൾ മക്കളെ മടിയരാക്കരുത്. അപ്പന്മാർ, അബ്രഹാം മകനെ കഠിനാധ്വാനിയാക്കി, ആട്ടിടയനാക്കി. അയ്യോ, വലിയ പണിയാണ്. യാക്കോബന്, അവർക്ക് എത്ര വേലക്കാരുണ്ട്? ഈ മക്കളെ അയക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ആലോചിച്ചോട്ടെ, 1000 ചില്ലാനം വേലക്കാരുണ്ടായിരുന്ന അബ്രഹാമിന് മക്കളെ വേലക്കാരാക്കി. ഞാൻ എൻ്റെ പപ്പായിക്കായിട്ട് സ്തോത്രം ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ചാണകന്മാരാൻ പഠിപ്പിച്ചു. ശരി, ആവശ്യം ഞങ്ങളുടെ വീട്ടിലൊരു വേലക്കാരനും വേലക്കാരിയുണ്ട്. പശുവിനെ കുളിപ്പിക്കാൻ പഠിപ്പിച്ചു, കോച്ച് പറിച്ചുകൊണ്ടിരാൻ പഠിപ്പിച്ചു, പറങ്ങാണ്ടി പറിക്കാൻ, ഒത്തിരി പറങ്ങുവാറുണ്ട്, തോട്ടത്തിൻ്റെയാണ്. അതിനകത്ത് പറങ്ങാണ്ടി പറിക്കാൻ പഠിപ്പിച്ചു. അപ്പം അതിൻ്റെ കൂലി കൂടെ എഴുതിയെടുക്കാം, അങ്ങോട്ട് കാര്യം കൂടെ ഉണ്ട്. പക്ഷെ ജോലി ചെയ്യാൻ പഠിപ്പിച്ചു. അല്ലേ? ഞാൻ പട്ടാളത്തിൽ നിന്ന് അവധിക്ക് എന്ന് കഴിഞ്ഞ് വെച്ച് വീട് പണിയാണ്. വീട് പണിയുന്ന സമയത്ത് ഞാൻ അവരുടെ കൂടെ പട്ടാളത്തിൻ്റെ നിക്കർ വിട്ടുകൊണ്ട് ഞാൻ ജോലി ചെയ്തു. ഒരു സ്ത്രീ വന്ന് ചോദിച്ചു, ദേവയാനി ചന്നാട്ടി വന്ന് ചോദിച്ചു, കാർത്തിയാനി ചന്നാട്ടി വന്ന് വെച്ച് ചോദിച്ചു, എൻ്റെ കുഞ്ഞെ, ഒരാളുടെ ശമ്പളം അങ്ങ് പോട്ടെന്ന് എന്തിനാ ഇത് ചെയ്യുന്നേ? ഇല്ല, നമ്മൾ വേല ചെയ്യണം. ഹല്ലേലൂയ. ഹൈദരാലി ആരാന്നറിയാമോ? മൈസൂറിലെ സുൽത്താനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മോനെ ഒരു ഹോസ്റ്റലിലാണ് വിട്ട് പഠിപ്പിച്ചേ, യുദ്ധമുറ പഠിപ്പിച്ചേ. അവിടെ കൊടുത്ത ഇൻസ്ട്രക്ഷൻ ഞാൻ കണ്ടു, യൂട്യൂബിനകത്ത് കണ്ടു, ഞാൻ വായിച്ചിട്ടുണ്ട്. പറഞ്ഞു, അവനെ പട്ടിണിക്കിട്ട് ശരിയാക്കണം, അവന് വെള്ളം കൊടുക്കാതെ ശരിയാക്കണം, എങ്കിലും യുദ്ധം ചെയ്ത് തീരുമാനമൊക്കത്തുള്ളൂ. നിങ്ങളുടെ മക്കളെയും ചീത്തയാക്കരുത്. ഒത്തിരി ലീഡർമാരും മക്കളെയും കൊണ്ട് മിഷൻ ഫീൽഡിൽ പോകും. എന്നിട്ട് എവിടെയാണ് താമസിക്കുന്നത്? വലിയ ഹോട്ടലിൽ. മക്കൾക്ക് എങ്ങനെ അറിയാൻ പ്രയാസം? ഞങ്ങളുടെ മക്കളെ അവരുടെ കൂടെ വിട്ടാട്ടെ. എൻ്റെ മക്കളെല്ലാവരും പൈനിയർ ഫീൽഡിൽ ഇപ്പോൾ അവിടുത്തെ വേലക്കാരുടെ കൂടെ താമസിച്ചാണ്. എല്ലാവരും എൻ്റെ ചിലപ്പോൾ ഇല്ലാത്തതിൻ്റെ ഇളയ മോനെ കാണത്തുള്ളായിരിക്കും. ബാക്കി എല്ലാവരും, എൻ്റെ രണ്ടാമത്തെ ഇളയ മോള് വരെ പോയി താമസിച്ചിട്ടുണ്ട് അവരുടെ കൂടെ, അവരുടെ വീട്ടിൽ. 9ാമത്തെ കാര്യം, നിങ്ങളുടെ വീട്ടിലൊരു കുടുംബ പ്രാർത്ഥന ഭരിക്കണം. കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത പാസ്റ്റർമാരും ഉണ്ട്. വേദനയോടെ പറയുകയാണ്. ഒരു മരുമോൾ എനിക്ക് എഴുതി, പാസ്റ്ററുടെ വീട്ടിൽ കല്യാണം കഴിച്ചു വെച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്, ശനിയാഴ്ച വൈകിട്ടേ ഉള്ളൂ ഇവിടെ കുടുംബ പ്രാർത്ഥന, ബാക്കി എല്ലാ ദിവസവും അവരുടെ മുറിയിലാണ്.
കുടുംബ പ്രാർത്ഥന ഒന്നിച്ച് മക്കളെ വേദപുസ്തകം പഠിപ്പിക്കാനുള്ള ബൈബിൾ കോളേജാണ് കുടുംബ പ്രാർത്ഥന. മറക്കരുത് കേട്ടോ. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം നിങ്ങൾ മക്കളെ ഉപദേശിക്കുമ്പോൾ മക്കൾക്ക് നിങ്ങളോടും ചോദ്യം ചോദിക്കാനുള്ള അനുവാദം കൊടുക്കണം. എടാ കള്ളം പറയരുതെന്ന് വെച്ചാൽ ഡാഡി കള്ളം പറഞ്ഞല്ലോ. ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ ഓഫീസിൽ ഞാൻ ചിലപ്പോഴവർ കള്ളം പറയും. എന്തുവാ PG വർഗീസ് ഇങ്ങനെ ഉള്ള പറഞ്ഞത്, ഉദാഹരണം പറയാം, PG വർഗീസ് ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞു പറയരുത്. അതല്ല, PG വർഗീസിന്റെ ഫോൺ നമ്പർ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു അങ്ങനല്ല, ഞങ്ങൾക്കറിയാം, പറയരുതെന്ന് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷനാ, ഞാനത് ബ്രേക്ക് ചെയ്യത്തില്ല. തീർന്നല്ലോ. കള്ളം പറയേണ്ട ആവശ്യമില്ല. അപ്പം മക്കൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള അവകാശം വേണം. ചോദിക്കാനുള്ള അവകാശമാണ് കുടുംബ പ്രാർത്ഥന. അങ്ങനെയാ ബൈബിൾ പഠിക്കുന്നത്. ഞാൻ ചെയ്തിട്ടായി പറയുന്നത് കേട്ടോ. 10ാമത്തെ കാര്യം, നിങ്ങൾ ഞായറാഴ്ചയായിരിക്കുന്ന വ്യക്തി തന്നെ ആയിരിക്കണം തിങ്കളാഴ്ച. ഞായറാഴ്ച ഭക്തനും തിങ്കളാഴ്ച ഭാര്യ അടിക്കുന്നവനും ചൊവ്വാഴ്ച കോപിച്ചലറുന്നവനും ബുധനാഴ്ച വേറൊരു വൃത്തികേട് കാണിക്കുന്നവനും ആയിരിക്കരുത്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7ാമത്തെ വാക്യം, വിരോധി നമ്മെ കൊണ്ടൊരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന്. പിശാച്, സാത്താൻ, നമ്മുടെ ശത്രുക്കൾ സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കാം. വലിയ പ്രയാസം. എനിക്ക് ആഗ്രഹമുണ്ട് കുറച്ചുകൂടെ നന്നായ കൊള്ളാം, കുറച്ചുകൂടെ നന്നായ കൊള്ളാം, കുറച്ചുകൂടെ നല്ല ഭർത്താവായ കൊള്ളാം, കുറച്ചുകൂടെ നല്ലൊരു ദൈവദാസനായ കൊള്ളാം, കുറച്ചുകൂടെ നല്ല ഒരു അമ്മായിയപ്പനായ കൊള്ളാം. കുറച്ചുകൂടെ നമ്മൾ വളരുകയാണ്, ആയിട്ടില്ല, വളരുകയാണ്. ദിവസം തോറും വളരണം, മാസം തോറും വളരണം. ദിവസം വളരുന്ന നമ്മൾ അറിയത്തില്ല. ഉദാഹരണം, ഒരു ചെടി നട്ടി നോക്കി. ഞാൻ കുറച്ച് ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. വെണ്ട, മുളക്, വേറെ ചില ഒക്കെ നട്ടിട്ടുണ്ട്. ഗമല എന്തുവാ ചെടിച്ചട്ടിക്കകത്ത് നട്ടിരിക്കുക. ഞാൻ നോക്കും, ഇന്നലത്തേനേക്കാൾ വളർന്നൊന്നുമില്ല. പക്ഷെ ഞാനിപ്പം വെറും 3 ദിവസം കഴിപ്പിച്ച് നോക്കിയപ്പോൾ നടന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും വളരണം. കാണുന്നില്ലായിരിക്കും, പക്ഷെ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ ഈ വർഷത്തിൽ വളർന്നോ ചിന്തിച്ചാട്ടെ. ഏതെങ്കിലും കാര്യം കൊച്ചു കള്ളം പോലും വേദനിപ്പിക്കുന്നുണ്ടോ? കൊച്ചു കള്ളം പോലും വേദനിപ്പിക്കുന്നുണ്ടോ? ചിന്തിച്ചാട്ടെ. ഞാൻ പറഞ്ഞ പോലെ നോക്കാൻ പാടില്ലാത്തടത്ത് നോക്കിപ്പോയതിനകത്ത് നിങ്ങൾക്ക് വേദനയുണ്ടോ? അതിര് വിട്ട് കോപിച്ചതിനകത്ത് വേദനയുണ്ടോ? നമ്മൾ വർഷം തോറും 2025 കുറച്ചുകൂടെ കർത്താവിനോട് അടുത്ത് വിശുദ്ധ ജീവിതത്തിലായിരിക്കണം 2026. ഇന്ന് ഞാനൊരു സന്ദേശം കേട്ടു. ഒരാൾ വന്നും വെച്ച് പറഞ്ഞു, നിങ്ങളുടെ സഭയിൽ വലിയ പാട്ടൊക്കെ പാടുന്നത് വളരെ ശാന്തമായിട്ടാണല്ലോ. അദ്ദേഹം ചോദിച്ചു, എന്താ കുഴപ്പം? പിന്നെ ആത്മാവുണ്ടെങ്കിൽ കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കണ്ടായ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നോയിസ് പെന്റിക്കോസ്റ്റ് ഹോളി സ്പിരിറ്റുകാരല്ല, ഞങ്ങൾ ഹോളി സ്പിരിറ്റുകാരാണ്, നോയിസ് സ്പിരിറ്റ് അല്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ മറുപടി ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഇച്ചിരി ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിലാണ്. ഉണ്ടാക്കണം നിർബന്ധമില്ല, പക്ഷെ ഉണ്ടാക്കുന്നവരുണ്ടാക്കട്ടെ, അല്ലേ? പക്ഷെ നമ്മൾ വിശുദ്ധ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം കുറെ കൂടെ, ഈ വർഷത്തേക്കാൾ കുറച്ചുകൂടെ അടുത്ത നമ്മുടെ മക്കൾ പറയുന്നത് കേട്ടാട്ടെ. നമ്മുടെ മക്കൾ നമ്മളെപ്പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ അപ്പനൊരു വിശുദ്ധനായിരുന്നു എന്ന് പറയാൻ കഴിയണം. കേരളത്തിലെ ഒരാൾ, പേര് പറയത്തില്ല, ഒരു ദൈവദാസൻ, മർത്തോമക്കാരനാണ്, അച്ഛനൊന്നും അല്ല, സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകൾ ആ മരിച്ചുപോയ ആളിൻ്റെ മോൻ്റെ ഒക്കെ പറഞ്ഞു, ആ മരുമകൾ ഭർത്താവിൻ്റെ ഒക്കെ പറഞ്ഞു, നമ്മുടെ അപ്പച്ചൻ വാസ്തവത്തിൽ
ഒരു ദൈവപുരുഷനാണ്. എന്തൊരു സ്റ്റേറ്റ്മെന്റ്! ഒന്നിച്ചു താമസിച്ചവരാ, വല്ലപ്പോഴും വരുന്നവരല്ല. കല്യാണം മുതൽ എത്ര വർഷം വരെ ജീവിച്ചാണ്? 20-ലധികം വർഷം ഒന്നിച്ച് ജീവിച്ചോ. എനിക്കറിയാവുന്നവരാ, വളരെ അടുത്തറിയത്തില്ല, പക്ഷെ അവരെ എനിക്ക് നല്ലപോലെ അറിയാം. 20 വർഷത്തിലധികം ഒന്നിച്ചു താമസിച്ച് ഈ അമ്മായിയപ്പന് ചോറും ഒക്കെ കൊണ്ടാക്കി കൊടുത്തതും കൂട്ടാനൊക്കെ വിളമ്പി കൊടുത്തതും ഒക്കെ ആ മരുമകൾ പറഞ്ഞതാണ്. എനിക്കറിയാവുന്ന ആൾ കേട്ടോ, പറയാമെങ്കിൽ നിങ്ങൾക്കറിയാം. പറയാമെങ്കിൽ ഞാനിത് പറയാമെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നതിനകത്ത് 85% പേർക്കും അറിയാം. ആ അമ്മായിയപ്പനെ, അദ്ദേഹത്തിൻ്റെ മോനെ അറിയാം. ആ മരുമോള് പറഞ്ഞതാണ്, നമ്മുടെ അപ്പച്ചൻ വാസ്തവത്തിൽ ഒരു ദൈവദാസനാണ്. ആ മകൻ ഒരു സഭയുടെ പ്രശ്നമുണ്ടായി, അദ്ദേഹത്തിന് സഭയിലെ പ്രശ്നമുണ്ടായി. വേറൊരു അദ്ദേഹം അതിനകത്ത് സംസാരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ലീഡർ പറഞ്ഞു, അദ്ദേഹം വാസ്തവത്തിൽ ഒരു ദൈവപുരുഷനാണ്. വാഗ്വാദത്തിനകത്ത് ജയിച്ചോ എന്നുള്ളതല്ല, നമ്മളെപ്പറ്റി നമ്മുടെ മരുമകൾ, നമ്മുടെ മകൻ, നമ്മുടെ അയൽക്കാർ, നമ്മുടെ വീട്ടിലെ വേലക്കാരി എല്ലാവരും പറയുവാൻ ഇടയായി തീരട്ടെ. നമ്മൾ വായിക്കുന്ന ദൈവത്തിൻ്റെ, അങ്ങനെ വേദം പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ ലേഖനമാണ്. നമ്മളെ കാണുന്നവരറിയണം. എൻ്റെ നേരെ അപ്പുറത്ത് വളരെ സുന്ദരിയായ ഒരു കാശ്മീരി സ്ത്രീയാണ് താമസിക്കുന്നത്, കുടുംബമായിട്ടാണ്. വേണമെങ്കിൽ ഫോൺ നമ്പർ തരാം, അവർക്ക് ചോദിച്ചാട്ടെ. അവരൊക്കെ മാത്രമല്ല, ഞാൻ സുവിശേഷ വേലയ്ക്ക് പോയെടുത്ത് എല്ലായിടത്തും ചോദിച്ചാട്ടെ. ലില്ലിയെ പറ്റി ചോദിച്ചാട്ടെ, എന്നെപ്പറ്റി ചോദിച്ചാട്ടെ, എൻ്റെ മക്കളെപ്പറ്റി ചോദിച്ചാട്ടെ. കൃപയാന്നേ, കൃപയാന്നേ, നമ്മൾ പാടിയതുപോലെ കൃപയാണ്. പക്ഷെ ഞാൻ എൻ്റെ കണ്ണുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നു, എൻ്റെ സംസാരത്തിനകത്ത് ഞാൻ ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ബൈബിൾ വായിക്കുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന്, ആരാധിക്കുന്നതിന്, ദൈവദാസന്മാരെ കുറ്റം പറയുന്നതിന് അങ്ങനെ ചെയ്യത്തില്ലെന്ന് ചെയ്യാനല്ല. ദശാംശം കൊടുക്കുന്നത്. ഇന്നലെ ഞാനൊരു സഭയിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു വലിയ അപ്പർ ലെവൽ അല്ലാത്ത ഒരു ഡ്രൈവർ ഉണ്ട്. അയാളുമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, അദ്ദേഹത്തിൻ്റെ കൊച്ചുമോള് ഒരു 6-7 വയസ്സ് കാണും, മുമ്പിലിരിക്കുക. അപ്പോൾ അദ്ദേഹം ആ കൊച്ചിൻ്റെ ശ്രോത്രകാഴ്ചയ്ക്ക് പൈസ കൊടുത്തു. അപ്പം ഞാൻ വിചാരിച്ചൊരു 10 രൂപ കൊടുത്തു കാണും. അപ്പം അങ്ങ് പറഞ്ഞു പോവാം കേട്ടോ, എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു 500 രൂപ എടുത്ത് വെച്ചിരിക്കാൻ ഇടാനായിട്ട്. അപ്പം ഞാൻ എനിക്ക് അങ്ങനൊരു സ്വഭാവമുണ്ട്. ഞാൻ വിചാരിച്ച ആ കൊച്ചിൻ്റെ ഇരിക്കുന്ന 10 രൂപ ഞാൻ ഇനി വാങ്ങിച്ചും വെച്ച് ഈ 500 രൂപ കൊടുക്കാം. ഡ്രൈവറുടെ മോളല്ലേ. ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ആ കൊച്ചിൻ്റെ കൈ തുറന്നു 500 രൂപ. ആ ഡ്രൈവർ കൊച്ചിൻ്റെ കൊടുത്തതാണ്. അപ്പോൾ അതൊരു ഉപദേശമാണ്. നിങ്ങൾ ഏറ്റവും വലിയ തുക നിങ്ങളുടെ മക്കളെ കൊണ്ടിടിക്കണം. നിങ്ങൾ 1 രൂപ ഇട്ടാലും മതി. നമുക്ക് ഈ വർഷം ബൈബിൾ വായിക്കുന്നതിൽ ഇന്നു മുതൽ കുറച്ചുകൂടെ അടുക്കാം. അപ്പച്ചൻ പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ എൻ്റെ അപ്പനെ പറ്റി എത്ര വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് പറയുന്നത് അറിയാം. ലില്ലി ഇരിപ്പുണ്ട്, ലൈനിലുണ്ട്. ചോദിച്ചാട്ടെ, അമ്മായിപ്പൻ എങ്ങനെ ഉണ്ടായിരുന്നു, എത്ര അധ്യായം വേദോത്സവം വായിക്കുമായിരുന്നു? 15-20 അധ്യായം വായിക്കും. തോട്ടത്തിലെ ജോലി വിട്ടുമിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരു മടക്ക് കസേരയുണ്ട്, എടുത്ത് വെളിയിൽ ഇട്ടുകൊണ്ട് പാട്ടും പാടി വേദോത്സവം വായിച്ച് ഒരു 10-20 അധ്യായം വായിക്കും. നിങ്ങൾ അത്രയും വായിച്ചില്ലേലും നമുക്ക് തീരുമാനമെടുക്കാം, കർത്താവേ, ബൈബിൾ വായിക്കുന്നതിൽ ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോകും, ആരാധിക്കുന്നതിൽ കുറച്ചുകൂടെ മുമ്പോട്ട് പോകും, ദൈവദാസന്മാരെ കുറ്റം പറയത്തില്ല എന്നുള്ള തീരുമാനത്തിൽ ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോകും, ദശാംശം കൊടുക്കുന്നതിൽ ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോകും, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കാണത്തില്ല, എൻ്റെ കണ്ണുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നുള്ളതിനകത്ത് ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോകും, എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നതിനകത്ത്, എൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിനകത്ത് ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോകും, കുറച്ചുകൂടെ പോകാം. ആരെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുന്നുണ്ടോ?
ഞാൻ കുറെ കൂടി നല്ലൊരു വീട്ടുകാരനാകുമെന്ന് തീരുമാനമെടുക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. അങ്ങനെയുള്ള ഒരു തലയിൽ കൈവച്ചാട്ട്, നെഞ്ചത്ത് കൈവച്ചാട്ട്, ഭാര്യയും ഭർത്താവും അടുത്തടുത്തുണ്ടെങ്കിൽ കൈകോർത്ത് പിടിച്ചാട്ട്. കർത്താവായ യേശുവെ, ഞാൻ ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം അപ്പാടെ മാറട്ടെ. നല്ലൊരു ഭാര്യയായി, നല്ലൊരു ഭർത്താവായിരിക്കാൻ, നല്ല അപ്പനായിരിക്കാൻ, നല്ല അമ്മായിയപ്പനായിരിക്കാൻ, നല്ല വിശ്വാസിയായിരിക്കാൻ കർത്താവ് നീ അവരെ സഹായിക്കണമേ. ദൈവനാമം മഹത്വപ്പെടണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരം അവരുടെ തലയിൽ വയ്ക്കണമേ. നീ അവരെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബി ബ്ലസ്ഡ്. അനുഗ്രഹം പ്രാപിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.